ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖന്നല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അന്തരീക്ഷം ആകപ്പാടെ ശോകമുഖമാണ്. നമ്മളെ മലയൊന്നും തെളിഞ്ഞ് കാണുന്നല്ല, ആകെ മേഘം കൊണ്ട് മൂടിക്കണം കേട്ടോ. ഇന്ന് നല്ല മഴയ്ക്കാരെന്നുള്ളത് അയിമ നമുക്ക് ഉറപ്പിക്കാം. ചെറുതായിട്ട് മഴയൊക്കെ പെയ്ത് തുടങ്ങിയിരിക്കണേ. ഞാനും എൻ്റെ ക്യാമറയും ഒക്കെ മഴ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ കൊണ്ടിങ്ങനെ നിൽക്കണേ. കൂടുതൽ കൊണ്ടാൽ ശരിയാവില്ല. അപ്പോൾ ഞങ്ങൾ വെല്ലെ പോയൊക്കെ കേട്ടോ. രാവിലത്തെ ഈ മനോഹര കാഴ്ചകളൊക്കെ ഒന്ന് കാണാനും പ്രകൃതി കാണാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരണ്ടേ. അപ്പം അങ്ങനെ ഞാനൊന്ന് പുറത്തിറങ്ങിയതാണേ. ഞാനേ എപ്പോഴും നല്ല കുട്ടിയായി ചിട്ടയോടെ കാര്യങ്ങളും ചെയ്യുന്ന ആളല്ല എന്ന് തെളിയിക്കുന്നതാണ് ഇത്. ഞാൻ ഇന്ന് ദോശയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ലാസ്റ്റത്തെ ദോശ ഞാൻ വാങ്ങി വെക്കാൻ മറന്നു പോയിട്ടുണ്ടേനി. ചട്ടി ഓഫാക്കിയിട്ടുണ്ടായില്ല, സിമ്മിലിട്ടിക്കേനി. അതുകൊണ്ട് ദോശ ദാ ഈ പരുവത്തിലയക്കണേ. ഇവിടെ കുഞ്ഞുട്ടി എപ്പോഴും പറയുന്ന ഒരു പരിപാടിയാണ്, അനക്ക് പകുതി ഗ്യാസ് വെറുതെ കത്തിച്ച് കളയാനും പകുതി ഗ്യാസ് ഉപയോഗിക്കാനുള്ളതാണ്. ആ കാര്യം തീർച്ചപ്പെടുത്തുന്ന രീതിയിലാണ് ഈ ഒരു സംഗതി. എവിടെങ്കിലും വല്ല മറവിക്കുള്ള ഇന്റർനാഷണൽ അവാർഡും കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ അറിയിക്കണം. ഞാൻ എന്തുകൊണ്ടും അതിന് അർഹതപ്പെട്ടവളാണ്. ചില സമയത്ത് ഭയങ്കര മറവിയാടോ. അങ്ങനെ ഇന്ന് ഒരു ദോശ മാത്രം, ലാസ്റ്റത്തെ ഒരു ദോശ മാത്രം ഈ പരുവത്തിലായിട്ടുണ്ടേനി. ഞാൻ കുറച്ച് സമയം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് കുറച്ചൊന്ന് ഗ്യാപ്പ് കിട്ടിയപ്പോൾ കുറച്ച് സവോളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം നമുക്ക് ഉച്ചക്കൊക്കെ ഉണ്ടാക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ ചായയുടെയൊക്കെ കഴിഞ്ഞാൽ മിക്കവാറും ചിലപ്പോൾ അലക്കാൻ ഇറങ്ങുകയാണ് ചെയ്യുക. ഇന്നാണെങ്കിൽ മഴയുണ്ട്, രാവിലെ തന്നെ മഴ ഇങ്ങനെ പെയ്ത് മൂടിക്കണം കേട്ടോ. പിന്നെ അലക്കിയാണ്ട് ആകെ നനഞ്ഞിട്ട് പിന്നെ വന്നിട്ട് അടുക്കള പണി നിൽക്കുമ്പോൾ അപ്പോൾ അത് ഒരു ഗതികേടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് രാവിലെ തന്നെ ഇത് ഓരോന്നോരോന്ന് സെറ്റാക്കാം. ഇനി ഇത് അരിഞ്ഞ് വെച്ചിട്ട് ഈ മഴ പോവുകയാണെങ്കിൽ ആ ഗ്യാപ്പിൽ ഞാൻ വേഗം പോയിട്ട് അലക്കൽ പരിപാടി അങ്ങനെ തീർക്കും. ഇവിടെ ഒരുത്തൻ നല്ല മഴ ആയതുകൊണ്ട് നല്ല ഉറക്കത്തിലാണ്. നീക്കുട്ടി നീച്ച് പോന്നപ്പോൾ നീക്കുട്ടിനെ പറ്റി പിടിച്ച് കിടക്കീന്. അപ്പം ഓളെ നീച്ചാൻ അയക്കാത്തതായപ്പോൾ പാവക്കുട്ടിനെ ജസ്റ്റ് അവിടെ വെച്ചെടുത്ത് ഓളെ നീച്ച് പോന്നിട്ടുണ്ടേന്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് രണ്ടാൾക്കും നേരത്തെ പോകണം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആൾക്കാരൊക്കെ റെഡിയായി. ഇവിടെ ഇന്നലെ പാത്തച്ച മുട്ടായിയാണ് ഇതിന്റെ മുകളിൽ കയറുന്ന കാണ്ടി തപ്പണത്. ഒരാള് സ്കൂൾ ബസ്സിനും ഒരാള് ലൈൻ ബസ്സിനുമാണ് കേട്ടോ പോവുക. നീയക്കുട്ടി സ്കൂൾ ബസ്സിനാണ്. ആജിക്കുട്ടന് സ്കൂൾ ബസ് മടുത്തുക്കണ്. സ്കൂൾ ബസ് കഴിഞ്ഞ വർഷം തന്നെ പറഞ്ഞിരുന്നു, ഞാൻ സ്കൂൾ ബസ്സിൽ പോകൂലമ്മ, ഞാൻ ലൈൻ ബസ്സിന് പോയിക്കോളാം എന്നുള്ളത്. എന്താന്ന് വെച്ചാല് സ്കൂൾ ബസ് ഒരു അരമണിക്കൂറിലേറെ എടുക്കും കേട്ടോ. ചുറ്റിക്കറങ്ങി എല്ലാ കുട്ടികളെയും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് കയറ്റിച്ച് അങ്ങനെയാണല്ലോ പോകുക. പക്ഷെ ലൈൻ ബസ്സിനാണെങ്കിൽ പെട്ടെന്ന് എത്തും. ഒരു 5 മിനിറ്റ് പോലും വേണ്ട കേട്ടോ. ഒരു 2-3 മിനിറ്റ് ഉള്ളൂ ഇവിടുന്ന് സ്കൂൾക്ക്. അപ്പം ഓൻ പറയും അതാണ് ഈസി എന്നുള്ളത്. പിന്നെ ഞാൻ വിചാരിച്ചു സ്കൂൾ ബസ്സിന് ഒരു കുട്ടിക്ക് 300 രൂപ വേണ്ട കൊടുത്ത് ലൈൻ ബസ്സിനാവുമ്പോൾ ഒരു ദിവസം 4 രൂപ വെച്ചിട്ട് മതി. ഒരു മാസം ഒരു 120 രൂപ തന്നെ ആവൂല. ശനിയും ഞായറൊക്കെ കിഴിവുണ്ടാകുമല്ലോ. അപ്പം ഓനങ്ങനെ ലാഭം ഉണ്ടാക്കി തരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങോട്ട് ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ച്. പിന്നെ ഇതുവരെ ഞാൻ പറഞ്ഞിനി നീയക്കുട്ടി ഒന്ന് ആവട്ടെ, ഓൾ ഒറ്റക്ക് ബസ്സിൽ കയറാനും ഇറങ്ങാനും കയറുന്ന സമയത്ത് ഉണ്ടോ എന്നൊക്കെ നോക്കാൻ ഒരാൾ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത്രയും കാലം ഞാൻ ഓനങ്ങനെ പറഞ്ഞേക്കാഞ്ഞത്. ലൈൻ ബസ്സിനാണ് വിചാരിച്ചിട്ട് ഒറ്റക്കൊന്നല്ല, ഒരുപാട് കുട്ടികൾ ഇവിടെ നിന്ന് ലൈൻ ബസ്സിന് പോകാനും ഉണ്ട് കേട്ടോ. സ്കൂൾ ബസ് അതേപോലെ ലൈൻ ബസ്സിന് പോകാനും ഉണ്ട്. ഇവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ. പിന്നെ വേറെ സ്കൂൾക്കൊന്നും പോകാനൊന്നുമില്ല. ഇവിടെ അടുത്ത് വേറെ സ്കൂളൊന്നുമില്ല അങ്ങനെ ബസ്സിൽ കയറാനായിട്ട് കുട്ടികളെ. അപ്പോൾ സ്കൂളിലെ കുട്ടികൾ മാത്രമേ കയറാനുണ്ടാവുള്ളൂ. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരുത്തൻ എണീച്ച് താത്താനെയും കാക്കൂനെയും ഒക്കെ അന്വേഷിക്കുന്നുണ്ട്. ഓനെ രാവിലെ നീച്ച പാടന്നെ റംബുട്ടാൻ മതി എന്നാ പറയണത്. ഇന്നലെ കൊണ്ടുവന്ന റംബുട്ടാൻ്റെ കുറച്ച് ബാക്കി എടുത്ത് വെച്ചിട്ടുണ്ടേന്. അപ്പം അതിന്ന് അത് മതി എന്നാണ് പറയണത്. എനിക്ക് ഈ റംബുട്ടാനെ കാണുമ്പോഴും ആരെ ഓർമ്മ വരുന്നു? 2 ആൾക്കാരെ ഓർമ്മ വരും. ഒന്ന് ഹാന കൃഷ്ണ. ഈ കോവിഡിൻ്റെ സമയത്ത് ഓള റംബുട്ടാൻ കിസകളാണല്ലോ നമ്മളധികം കേട്ടിട്ടും കണ്ടിട്ടുള്ളത്. പിന്നെ മലപ്പുറത്ത് എവിടെയോ വ്ളോഗ് ചെയ്യണ ഒരു സെലീനാത്തുണ്ട്. എമ്മയും സെലീനാത്തിയും പാടെ റംബുട്ടാൻ്റെ തൈ ചോദിച്ചിരുന്നത്. ആ കൗതുകകരമായ കാഴ്ചകളൊക്കെയാണ് ഇങ്ങനെ എനിക്ക് മനസ്സിലേക്ക് ഓടി വരാം കേട്ടോ. അങ്ങനെ ഓന് റംബുട്ടാൻ കഴിക്കുന്നുണ്ട്. 10 റുപ്യേൻ്റെ എക്സ്പ്രഷൻ ഇടാൻ പറഞ്ഞാൽ 200 റുപ്യേൻ്റെ എക്സ്പ്രഷൻ ഇട്ടിരും. എൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് എടുക്കാൻ ചെന്നപ്പോൾ എന്നോട് പറയാ അത് എനിക്കുള്ളതാണ്, എനിക്ക് തരൂലാന്ന്. ഉമ്മച്ചിക്ക് തരൂല.
എന്നിട്ടും മഴ ചെറുതായിട്ട് പെയ്തുകൊണ്ട് തന്നെ നിൽക്കണം കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചേ ആദ്യം ലഞ്ചിൻ്റെ പരിപാടികളൊക്കെ ഇങ്ങോട്ട് തീർത്തിട്ട് നമുക്ക് അലക്കാൻ ഇറങ്ങാൻ വേണ്ടി നിൽക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം ഇന്ന് വെള്ളിയാഴ്ചയൊക്കെ തന്നെയാണ്. പക്ഷേ കുഞ്ഞുട്ടിക്ക് ഉച്ച വരെ പണിയുണ്ട്. രാവിലെ ചിക്കനോ ബീഫോ അങ്ങനത്തെ എന്തെങ്കിലും കിട്ടണമെങ്കിൽ ആളന്നെ പോകണം. ഇവിടെ അടുത്തൊന്നും അങ്ങനെ വാങ്ങിക്കൊണ്ടുവരാൻ കിട്ടൂല. പിന്നെ മീൻകാർ കുറേ കാലമായിട്ടില്ലല്ലോ. അപ്പം ഇന്ന് തൽക്കാലികം നമുക്ക് മുട്ടന്നെ ആശ്രയം. പുറത്ത് ബക്കറ്റിൽ ഒരു കൂട്ടം തുണികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇന്റെ അലക്കാനുള്ള തുണികൾ ഇനിയും കാത്ത് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചേ ഇന്നൊരു മുട്ടക്കറി ഒരു നെയ്ച്ചോറ് മതി, സെറ്റ്. അങ്ങനെ വിചാരിച്ച് ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കണം കേട്ടോ. പിന്നെ നമുക്ക് വേഗം അതിനുള്ള ഇത് ശരിയാക്കിയെടുക്കാം കേട്ടോ. പിന്നെ ഗിവ് അവേൻ്റെ കാര്യങ്ങൾ മറന്നിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾ മറക്കാൻ നിൽക്കേണ്ട. ഇതാണ് രണ്ടാമത്തെ വീഡിയോ. ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, പിന്നെ 3 കമൻറ്റ് എങ്കിലും ഇടുക കേട്ടോ. ഒരു വീഡിയോക്ക് ഒരു 3 കമൻറ്റെങ്കിലും ഇടുക. അതിൽ കൂടുതൽ ഇട്ടാലും കുഴപ്പമില്ല. ഒരു മിനിമം ഒരു 3 കമൻറ്റൊക്കെ എഴുതിക്കൊള്ളി കേട്ടോ ഒരു വീഡിയോക്ക്. ആ ഒരു രീതിയിലാണ്. ഇതാണ് രണ്ടാമത്തെ വീഡിയോ. അപ്പോൾ ഇത് കൂടാതെ ഇനിയൊരു 3 വീഡിയോയും കൂടി വരാനുണ്ടാവും. 5 വീഡിയോ കഴിഞ്ഞിട്ടാണ് നമ്മൾ വിന്നറെ സെലക്ട് ചെയ്യുക. പിന്നെ എന്താ ഗിവ് അവേൻ്റെ കൂടുതൽ റൂൾസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോ പോയി കാണാത്തവരുണ്ടെങ്കിൽ കേട്ടോ. ആ വീഡിയോ കാണാതെ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ കൊടുത്തിക്കണേ. അപ്പോൾ ആ വീഡിയോ ഒന്ന് പോയി കണ്ടാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ കമൻറ്റ് എഴുതാം. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഗിവ് അവേനെ കുറിച്ചിട്ട് പറയാനുള്ളത് കേട്ടോ. പിന്നെ നമ്മളെ മുട്ട ഉണ്ടല്ലോ വേവിച്ചത് ഞാൻ ഇതാക്കി എടുത്തിട്ടുണ്ടേനി കേട്ടോ, വേവിച്ചെടുത്തിട്ടുണ്ടേനി. ഇത് എനിക്ക് തോന്നുന്നുണ്ട് ആ സൈഡൊക്കെ ഒട്ടിപ്പിടിച്ചിട്ട് മര്യാദയ്ക്ക് ഇതിന് കിട്ടുമോയെന്ന് അറിയില്ല. ഇതിൻ്റെ കോലം കണ്ടിട്ട് എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ ഞാനൊരു വിധത്തിൽ തോണ്ടി ഒപ്പിച്ച് ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ പിടിച്ചു കേട്ടോ. എനിക്ക് കണ്ടപ്പോഴേ തോന്നിയിനി മര്യാദയ്ക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരൂല എന്നുള്ളത്. അപ്പം എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ലാതെ കിട്ടിയിട്ടുണ്ടേനി കേട്ടോ. അത് നമ്മളുണ്ടല്ലോ ഒന്ന് പതപ്പിച്ചല്ലോ മുട്ട, അതുകൊണ്ടാണ് ഇങ്ങനെ കൈമോയായിട്ട് അവിടെ ഇവിടെ ഇങ്ങനെ പൊന്തി നിൽക്കണം കേട്ടോ. നമ്മൾ ജസ്റ്റ് ആയിട്ട് ഇങ്ങനെ വെറുതെ പൊട്ടിച്ച് വെച്ചിട്ടാണെങ്കിൽ അത് ആ ഒരു നിരപ്പിൽ ഇങ്ങനെ കിട്ടും. നമുക്കിനിയിപ്പോൾ അങ്ങനെ പൊന്തിയാലും താന്നാലൊന്നും കുഴപ്പമില്ല. ഞാനേ മസാലപ്പൊടികൾ ആദ്യം അരക്കണിക്ക് മുന്നേ ഇടാൻ വേണ്ടിയിട്ട് മറന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ നമുക്ക് എല്ലാം അരച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ചുവപ്പ് മഞ്ഞ ഈ ഒരു രണ്ടിൽ ഏതെങ്കിലും ഒരു കളർ വന്നിട്ടില്ലെങ്കിൽ ഒരു അസ്വസ്ഥത ഉണ്ടല്ലോ. ആ അസ്വസ്ഥത മനസ്സിലാക്കിയപ്പോഴാണ് ഇതിൽ സ്പൈസസ് ഒന്നും ചേർത്തിട്ടില്ല എന്ന് മനസ്സിലായത് കേട്ടോ. അങ്ങനെ അതിൻ്റെ അടിയിൽ കൂടെ തന്നെ ഞാൻ അപ്പുറത്ത് നെയ്ച്ചോറും ഉണ്ടാക്കിനെ. അപ്പോൾ അതുകൊണ്ട് രണ്ടിൻ്റെയും പണി ഒറ്റയടിക്ക് കഴിഞ്ഞു. അല്ലെങ്കിൽ ഒന്ന് കഴിഞ്ഞിട്ട് ഒന്നിനിങ്ങനെ നിൽക്കണ്ടേ. ഇതുവരെ മഴയില്ലേനി കേട്ടോ. ഞാൻ കുക്കിംഗ് തുടങ്ങിയപ്പോൾ മുതൽ മഴയില്ലേനി. ഞാനെന്നെ പുറത്തേക്ക് ഇറങ്ങാതെ കണ്ടപ്പോൾ മയക്കൊരസ്കി. അപ്പം എന്നാൽ ഞാൻ വിചാരിച്ചു കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ട്, അതും കൂടി കഴുകി വെച്ചിട്ട് അടുക്കളയിലത്തെ ഫുൾ പണികളും തീർത്തിട്ട് അലക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാനുണ്ടല്ലോ ഈ അലക്കണല്ല പാത്രം കഴുകണ ഇതുണ്ടല്ലോ, ആ സ്പഞ്ച് ഞാൻ വാങ്ങലില്ല. വാങ്ങിയിട്ട് എനിക്ക് ഒരു സുഖമായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. ഞാൻ 1-2 പ്രാവശ്യമൊക്കെ വാങ്ങും, ഒരു കുറച്ച് ഉപയോഗിച്ചുമ്പോൾ ഒരുമാതിരി ഒരു ഇതാവും. പിന്നെ നമുക്ക് ഇങ്ങനത്തെ കീറക്കണ്ടങ്ങളാണ് ഈ പാത്രം കഴുകാനുള്ള ഇതിന് ഉപയോഗിക്കാൻ ഒന്നുകൂടി നല്ലത്. അത് ഈ കുട്ടീൻ്റെ ഒരു പഴയ ഉടുപ്പാണ്, ഈ വലൻ്റെ ഉടുപ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാനിങ്ങനെ പാത്തിക്കും. അതിന്നിങ്ങനെ ഓരോരോ പീസ് ഇടക്കിടക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ അത് മാറ്റി കൊടുത്ത് പുതിയ പീസ് കട്ട് ചെയ്തെടുക്കുക, അങ്ങനെ കേട്ടോ. അതാണ് പരിപാടി. അതാണിപ്പോൾ ഞാൻ അവിടെ ഉടുപ്പൊക്കെ കൊണ്ടുവന്ന് നിന്നത്. അപ്പം ഞാൻ പുതിയൊരു പീസയും വന്ന് വലൻ്റെതാകുമ്പോൾ ഒരു ഇച്ചിരി ഒരൊക്കെ ഉണ്ടാവും. പറ്റ നൈസായിട്ടുള്ള അങ്ങനത്തെ തുണിയാകുമ്പോൾ ഒരു സുഖം കിട്ടൂല. അതുപോലെ ഒരു ഇത്തിരി ഒരൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ തേച്ച് വയ്ക്കലാണ് ഇതിൻ്റെ പരിപാടി. അപ്പം ഇനി പാത്രം കൂടി ഒന്ന് കഴുകിയെടുത്ത് വെക്കട്ടെ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പോയിട്ട് അലക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. ആ സമയത്തൊന്നും മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ അലക്കലും തുടക്കലും എല്ലാതും കുളിയും ഒക്കെ കഴിയണ വരെ മഴ പെയ്തിട്ടേ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഞങ്ങൾ എന്ന് പറയുമ്പോൾ ആരാന്ന് വെച്ചെങ്കിൽ ഞാനും സൈനിക്കുട്ടനുമാണ്. ഞങ്ങൾ തമ്മിൽ പാർട്ട്ണർഷിപ്പായിട്ടാണല്ലോ ഈ പരിധ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താ ലഞ്ചൊക്കെ കഴിച്ച് അത് കഴിഞ്ഞപ്പോൾ കാക്ക ജുമ കഴിഞ്ഞ് വന്നപ്പോൾ ഇങ്ങനെ കടലമുട്ടായൊക്കെ കൊണ്ടുവന്നീനെ. ഇത് വെറുതെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി എടുത്തതാണ്, ഞാൻ കഴിക്കൂല കേട്ടോ. പണ്ട് മുട്ടായിയൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണെങ്കിലും ഇപ്പം എന്തോ മക്കളൊക്കെ വലുതായപ്പോൾ ഞാൻ മക്കൾക്ക് കൈമാറി കൊടുത്തു. ഇപ്പം ഇങ്ങനെ മുട്ടായിനോടൊന്നും വലിയ ഇഷ്ടമല്ല. പിന്നെ വല്ലപ്പോഴും വല്ല ചോക്ലേറ്റ് ഒക്കെ കിട്ടിയാൽ കഴിക്കുന്നല്ലാതെ മധുരത്തിനോട് ഒരു പ്രിയവും ഇപ്പം അല്ല കേട്ടോ. ഇന്ന് മഴ ഉണ്ടോ ചോദിച്ചാൽ മഴ ഉണ്ട്,
നല്ലൊരു മഴ പെയ്തിട്ടേ ഇല്ല. ചെറുതായിട്ട് ഞാൻ രാവിലെ കാണിച്ചു തന്നില്ലേ, അതുപോലത്തെ മഴ. അന്ന് ഫുൾ ഡേ ഇതന്നെ, ഒരു പറഞ്ഞ ചെറിയ ചാറ്റലും ചീറ്റലും ഒക്കെ ആയിട്ടുള്ള ഒരു മഴ കേട്ടോ. അങ്ങനെ നല്ലൊരു ചായയൊക്കെ പാസ്സാക്കി ഞങ്ങള് കാക്കാന്റെ വീട്ടിലൊന്ന് പോകണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതേനി കേട്ടോ. അപ്പൊ ഒരു അത്യാവശ്യം ഉണ്ടേനി പോവണ്ടേ. അപ്പൊ ഞാൻ വിളിച്ചു ചോദിച്ചിട്ടുണ്ടേനി നിങ്ങൾ അവിടെ ഉണ്ടോ, ഞങ്ങൾ വരാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളത് പറഞ്ഞ പാടന്നെ ഓല് എന്നിട്ട് ഞങ്ങൾ വരുന്നുണ്ട് വിളിച്ചറിഞ്ഞിട്ടുണ്ടാക്കിയത്. ഇത്ര പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്തോ? നിങ്ങൾ ഭയങ്കര ഫാസ്റ്റ് ആണല്ലോ. ഞാൻ വിളിച്ചപ്പോ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവിടെ എത്തിയിട്ടില്ലേ? അത്ര പെട്ടെന്ന് നിങ്ങൾ ഉണ്ടാക്കിയോ? ഞാൻ ആ പറഞ്ഞ കാര്യം പറഞ്ഞു പോയി വെച്ചില്ലല്ലോ. ഞങ്ങൾ വന്നപ്പോൾ വലിയ പൂവടയൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഞാൻ അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ വിളിച്ചു പറഞ്ഞൊന്നും വരില്ലൊന്നുമില്ല. ഇന്നിപ്പോ ഞാൻ പറഞ്ഞ ഒരു അത്യാവശ്യം ഉണ്ടായതുകൊണ്ട് അങ്ങനെ വിളിച്ചു പറഞ്ഞു വന്നതാണ്. ഞങ്ങൾ വരുന്ന സമയത്തൊന്നും മഴയില്ലേനി. അങ്ങനെ ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ പൂവടയൊക്കെ ഉണ്ടാക്കിയതല്ലേ എന്ന് വിചാരിച്ച് ഞങ്ങൾ വീണ്ടും ചായ അടിക്കാൻ വേണ്ടി ഇരുന്നു. ഞാൻ വല്ലാതെ ഒന്നും ചായ അടിച്ചില്ല. ഓളിന്റെ വീഡിയോ എടുക്കണോണ്ട് ഞാൻ മുഖം പൊത്തി നിന്നതേനി കേട്ടോ അതിന്റെ ഇടക്ക്. അപ്പൊ മിന്നോട് കേട്ടോ വീഡിയോ എടുക്കണേ. ഓക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ വീഡിയോ എടുക്കാനും ഒക്കെ. അപ്പോൾ ഓളാണ് ക്യാമറ ഒക്കെ എടുത്ത് ഫോണൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാന് വല്ലാണ്ടൊന്നും ചായ കുടിച്ചിട്ടില്ല. പക്ഷെ ഇരുന്നതല്ലേ വിചാരിച്ച് കുറച്ച് ചായ കുടിച്ചു. എനിക്ക് 4 മണിക്ക് ഒരു ഗ്ലാസ് ചായ ഞാൻ കുടിച്ചു. ഒരു ഗ്ലാസ് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു തൊര ഉണ്ടല്ലോ, ആ തൊരക്ക് വേണ്ടി ഒരു ഗ്ലാസ് ചായ കുടിച്ചു. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചായ കിട്ടിക്കോളണമെന്നില്ല. ചായ മാക്സിമം ഒഴിവാവില്ല നിർബന്ധിച്ചപ്പോ. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.